നന്മയെ ബന്ധിച്ചു ചിന്ത വേണം, അപ്പോൾ അന്ധത മാറുന്നു മാനസത്തിൽ. നന്മയെ ബന്ധിച്ചു ചിന്ത വേണം, അപ്പോൾ അന്ധത മാറുന്നു മാനസത്തിൽ. ചിന്തയാൽ ചിത്തം തെളിഞ്ഞിടുമ്പോൾ ഉള്ളിൽ സദ്ഗുരുരൂപം തെളിഞ്ഞു കാണാം. ചിന്തയാൽ ചിത്തം തെളിഞ്ഞിടുമ്പോൾ ഉള്ളിൽ സദ്ഗുരുരൂപം തെളിഞ്ഞു കാണാം. സദ്ഗുരുരൂപം തെളിഞ്ഞു കാണാം. നന്മയെ ബന്ധിച്ചു ചിന്ത വേണം, അപ്പോൾ അന്ധത മാറുന്നു മാനസത്തിൽ. വെണ്മയേറിയിടും ഗുരുവിൻ രൂപം തൻ്റെ ആരാധ്യരൂപമായി കണ്ടറിക. വെണ്മയേറിയിടും ഗുരുവിൻ രൂപം തൻ്റെ ആരാധ്യരൂപമായി കണ്ടറിക. ആനന്ദിച്ചാരാ കരുണാനിധേ എൻ്റെ കരുണാനിധേ, അങ്ങേ കരുണയാണെൻ്റെ ജന്മം. കരുണാനിധേ നിയമങ്ങളാകുന്നു ഏഴയാമെൻ്റെ കർമ്മം. ഉന്നതനായ ദൈവം ഈ ലോകത്തിലേക്ക് ഉദയമായി വന്ന് ആത്മലോകരക്ഷയ്ക്ക് വേണ്ടി മാത്രം സ്ഥാപിച്ച ഉന്നതമായ സ്ഥാപനമാണ് നമ്മുടെ ആത്മബോധോദയ സംഘം. ഈ സ്ഥാപനത്തിൽ ഒത്തുചേർന്ന് ജീവിക്കുവാൻ പരമഭാഗ്യം ലഭിക്കുന്നവരെല്ലാം ജന്മാന്തര സുഹൃതികളാണ്. ഭാഗ്യവശാൽ ചിന്തിക്കുമ്പോൾ പലവിധ പോരായ്മകളും പല വിധത്തിലുള്ള കുറവുകളും ഒക്കെയുള്ള ആളുകളായിരിക്കാം. പക്ഷേ ആത്മാവിൻ്റെ നില അത് ആത്മനാഥന് മാത്രം കണ്ടറിയുവാൻ കഴിവുള്ള ഏക കാര്യമാണ്. ആ ആത്മാവിൻ്റെ നിലയനുസരിച്ചാണ് ഓരോരുത്തർക്കും ഇതിനുള്ളിലേക്ക് പ്രവേശനം കൊടുക്കുന്നത്. അങ്ങനെയുള്ള ആത്മാക്കളെ ഏകോപിപ്പിച്ച് നടത്തുന്ന സംഘമാണ് ആത്മബോധോദയ സംഘം. അത് ലോകാന്ത്യം വരെ നടത്തുവാൻ മറ്റൊരാളിനും സാധിക്കുകയില്ല എന്ന പരമസത്യം ബോധ്യമുള്ള ദൈവം വീണ്ടും തിരിച്ചുദയമായി വന്ന് 26 സംവത്സരക്കാലം അത്ഭുത കലകളോടുകൂടി ആനന്ദ നടനമാടി വാണിരുന്ന ആ വാഴ്ച അത് കണ്ടവർ അനേകർ ഈ കൂട്ടത്തിലുണ്ട്, കേട്ടറിഞ്ഞവരുണ്ട്. ആ വാഴ്ചയെ മറ്റ് പലവിധ അനുഭവങ്ങളിലൂടെ അടുത്തറിഞ്ഞവരുണ്ട്. കാണാത്തവരും കണ്ടവരും കേട്ടറിഞ്ഞവരും എല്ലാം ഒത്തുചേർന്ന് നിന്നുകൊണ്ട് നമ്മളൊരു ഉത്സവം ആഘോഷിച്ചു. 100ാമത് ജന്മനക്ഷത്ര മഹോത്സവം സർവജ്ഞാനോത്സവമായി ആഘോഷിച്ചു. അത് ആത്മാവിൻ്റെ ഉത്സവമായി അനുഭവമായി എന്ന് സമ്മതിക്കുന്നവരൊന്ന് കൈയുയർത്തിക്കണ്ട. ഇത് ആത്മനാഥൻ അനുവദിച്ചു നൽകുന്ന മഹാകാരുണ്യമാണ്. ഈ ജഡീകമായ സുഖഭോഗാദികൾക്ക് വേണ്ടി പരക്കം പായുന്ന ലോകത്തിൽ, ലോകജീവിതത്തിൽ
ഇപ്രകാരം ആത്മാവിലേക്ക് പരമാനന്ദം തരുവാൻ തക്ക വിധത്തിൽ ഈ ലോകത്തിൽ വെച്ചൊരു കർമ്മം നടത്തി അതിൻ്റെ സൽഫലത്തെ ആത്മാവിൽ എത്തിക്കുവാൻ കഴിവ് ആർക്ക് മാത്രമേ ഉള്ളൂ? ആർക്കാണ് അതിന് കഴിവുള്ളത്? അതുകൊണ്ടാണ് നമ്മൾ പാടുന്നത്, എൻ്റെ ഗുരുനാഥൻ ദൈവമാണ്, എന്തിനും ഏതിനും കഴിവുണ്ടല്ലോ. എൻ്റെ ഗുരുനാഥൻ ദൈവമാണ്, എന്തിനും ഏതിനും കഴിവുണ്ടല്ലോ. എൻ്റെ ദുഃഖങ്ങളാകെ ഒഴിച്ചു എന്നിൽ ആനന്ദം നൽകുന്നു എൻ്റെ ഗുരു. ദുഃഖങ്ങളാകെ ഒഴിച്ചു എന്നിൽ ആനന്ദം നൽകുന്നു എൻ്റെ ഗുരു. എൻ്റെ ഗുരുനാഥൻ ദൈവമാണ്, എന്തിനും ഏതിനും കഴിവുണ്ടല്ലോ. എൻ്റെ അപ്പോൾ ആത്മാനന്ദം നിറച്ച് നടത്തിത്തന്ന സർവജ്ഞാനോത്സവത്തെ വർണ്ണിപ്പാൻ ഇത് അനുഭവിച്ച ഒരാത്മാവിന് ഒരു വർഷമായി നമ്മൾ ആഘോഷിച്ചു. ഇത് ഒരു വർഷം പറഞ്ഞാൽ തീരുമോ എന്ന് സംശയമാണ്. ഇന്നലെ നമ്മുടെ ശുഭാനന്ദ ദർശനം എന്ന യൂട്യൂബ് ചാനലിൽ കൂടി നമ്മുടെ ഇവിടുത്തെ പ്രോഗ്രാമുകളൊക്കെ പ്രക്ഷേപണം ചെയ്യാറുണ്ട്. അപ്പോൾ ഒന്നാം ഉത്സവത്തിൻ്റെ പരിപാടി ഇന്നലെ അതിൽ വന്നു. അപ്പോൾ അത് തയ്യാറാക്കുന്നവരോട് ഞാൻ ചോദിച്ചു, സമ്മേളനവും രാത്രിയിലത്തെ കാര്യങ്ങളൊന്നും ചേർത്തില്ലല്ലോ, എന്താ ചേർക്കാഞ്ഞെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, അത് മുഴുവനും ചേർക്കാൻ ഇപ്പോൾ തന്നെ ഉച്ചവരെയുള്ള കാര്യമായപ്പോഴേക്കും 1.25 മണിക്കൂറുണ്ട്. വളരെ ലഘൂകരിച്ചാണ് ചേർത്തിരിക്കുന്നത്, എന്നിട്ട് 1.25 മണിക്കൂറോളം ഉണ്ട്. അപ്പോൾ രണ്ടാം ഭാഗം ഇറക്കാം എന്ന് വിചാരിച്ചാണ് ചേർക്കാതിരുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഒരു ദിവസത്തെ കാര്യം നിങ്ങൾക്ക് ബോധ്യമാകത്തക്ക വിധം ഒന്ന് അവതരിപ്പിക്കണമെങ്കിൽ ഒരു ദിവസത്തെ 2 ഭാഗമാക്കേണ്ടിയിരിക്കുന്നു. അത് തന്നെ വളരെ ലഘൂകരിച്ച് ആണത് ചെയ്യുന്നത്. അതാണ് ഒരു ദിവസത്തെ നമ്മുടെ പരിപാടിയുടെ പ്രത്യേകത. അപ്പോൾ 10 ദിവസം അതിൻ്റെ സമാപന ചടങ്ങുകൾ തന്നെയുണ്ട്. അതപ്പോൾ എത്ര ദിവസം എടുക്കും നമ്മളൊന്ന് വർണ്ണിക്കണമെങ്കിൽ? അപ്പോൾ ഒരു വർഷമായി നടന്ന കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ചാലോ, ഓരോ ശാഖാശ്രമത്തിലും നടന്ന കാര്യങ്ങളും ഒന്നിനൊന്നുപരിയായിട്ടാണ് നടത്തപ്പെട്ടത്. പലപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങളോട്, 5 പേര് മാത്രമുള്ള ചില വിദൂര സ്ഥലങ്ങളിൽ 5 കുടുംബങ്ങളെ ഉള്ളൂ. നാസിക് എന്ന് പറയുന്ന സ്ഥലത്ത്, അതുപോലെ പുനലൂർ എന്ന് പറയുന്ന സ്ഥലത്ത് വളരെ ചുരുക്കം ആളുകളെ ഉള്ളൂ. അതുപോലെ വളരെ അപൂർവമായ ചില സ്ഥലങ്ങളിൽ പെട്ടെന്ന് ഇങ്ങനെ തീരുമാനിച്ച് പെട്ടെന്ന് നടത്തി. അതൊക്കെ വലിയ അത്ഭുതമായിട്ടാണ് അനുഭവമായത്. കാരണം വാർഷികം നടത്തുന്നവർക്കറിയാം, ഒരു വർഷത്തിലൊരിക്കൽ വാർഷികമുണ്ട്, അതിനോട് ചേർത്ത് ഇതുകൂടെ നടത്തണം, അവരത് അനുസരിച്ച് ക്രമീകരിച്ചു എന്നെങ്കിലും പറയാം. ഇത് അങ്ങനെ പോലുമില്ല. പെട്ടെന്നൊരു തീരുമാനം, പെട്ടെന്നൊരു നടത്തിപ്പ്. ദൈവത്തിൻ്റെ എഴുന്നള്ളത്ത് അവിടെ അങ്ങ് ആനന്ദമായ അനുഭവമാകുകയായിരുന്നു. ഉത്സവം ആഘോഷിക്കാം, ജ്ഞാനോത്സവം ആഘോഷിക്കാം, ഉത്സവം ആഘോഷിക്കാം, ജ്ഞാനോത്സവം ആഘോഷിക്കാം. സർവജ്ഞാനോത്സവത്തെ ആത്മാവിൽ ആഘോഷിക്കാം. അപ്പോൾ സർവജ്ഞാനോത്സവം സമാപിക്കുന്നില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് നമ്മുടെ സമാപന കർമ്മങ്ങൾ ഞാൻ നടത്തിയത്. അത് സമാപിക്കുന്നതാണോ? അല്ല. ആത്മാവുള്ള ആർക്കും ഉത്സവം ആവശ്യമാണ്. ഏതുത്സവം? കാളയെ കെട്ടി മദ്യപിച്ച് അതിൻ്റെ മുമ്പിൽ കിടന്ന് തലകുത്തി മറിയുന്ന ഉത്സവമല്ല. ആത്മാവും പരമാത്മാവുമായി ചേർന്നുള്ള ഉത്സവം, അതാണ് ഏറ്റവും വലിയ ഉത്സവം. ഖഡ്ഗി കലിയെ ജയിച്ച ഒരു കാഹളം
അത് ആത്മാവിൽ എപ്പോഴും മുഴങ്ങണം. അങ്ങനെ ശുഭാനന്ദ രൂപത്തെ ആത്മാവിൽ കണ്ടുകൊണ്ട് ആത്മാവ് ആനന്ദിക്കുന്ന ഉത്സവം അത് അവസാനിക്കുന്നതല്ല, അവസാനിക്കാവുന്നതുമല്ല. അതുകൊണ്ട് നമുക്ക് എന്നും ഉത്സവമായി അനുഭവമാക്കുവാൻ ദൈവം അവതരിപ്പിച്ചു തന്ന ഓരോ കർമ്മ പദ്ധതികൾ, നിയമങ്ങൾ എപ്പോഴും അത് ധർമ്മമായി കരുതിക്കൊണ്ട് ഓരോരുത്തരും പ്രവർത്തിച്ചാൽ എന്നും നിങ്ങൾക്ക് ഉത്സവം ആഘോഷിക്കാം. കോടാനുകോടി നന്ദിയോടെ നമുക്ക് ഭഗവത് പാദങ്ങളിൽ ആ പൂജാപുഷ്പങ്ങൾ അർപ്പിക്കാം. കാരണം ഓരോന്ന് ചിന്തിക്കുമ്പോൾ അവർണ്ണനീയമായ പരമസുഖമാണ്. അത് കഴിഞ്ഞ ആഴ്ച നമുക്ക് സമാധിദിനമായിരുന്നു. അപ്പോൾ അതിൻ്റേതായ രീതിയിലുള്ള കാര്യങ്ങളൊന്നും ചെയ്യാൻ കഴിയുന്ന ഒരു സന്ദർഭമല്ലല്ലോ. അവിടെ സന്തോഷപ്രകടനങ്ങൾക്കുള്ള സന്ദർഭമല്ല, ദുഃഖദിനാചരണമാണ്. അപ്പോൾ നമ്മൾ ഭക്തി നിർഭരമായ ചടങ്ങുകൾ നടത്തി ഇന്ന് മുതലങ്ങ് ആരംഭിക്കാം. ഒരു വർഷം പറഞ്ഞാൽ തീരുമെന്ന് തോന്നുന്നില്ല. ഇന്ന് മുതൽ നമുക്ക് ഈ ഈശ്വര മുമ്പാകെ നന്ദി പറയുന്ന ചടങ്ങുകൾ ആരംഭിക്കാം. സർവശക്തി അത് സ്വീകരിക്കട്ടെ, നിങ്ങൾക്ക് വേണ്ടി ലോകത്തിൽ പ്രത്യക്ഷമായി വാഴട്ടെ. ഇനിയും ഉന്നതമായ കർമ്മങ്ങൾ ലോകത്തിൽ നമുക്ക് നടത്താൻ സർവശക്തിയുടെ കാരുണ്യവും പ്രത്യക്ഷ വാഴ്ചയും എന്നും ഉണ്ടാകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പരനെ സ്തുതിച്ചിടുന്നേ, പരമാനന്ദം തരുന്നോനെ സ്തുതിച്ചിടുന്നേ. പരിശുദ്ധ പരനെ സ്തുതിച്ചിടുന്നേ, പരമാനന്ദം തരുന്നോനെ സ്തുതിച്ചിടുന്നേ. പാപഭാരങ്ങളെ ഒഴിച്ചിടുവാൻ ഈ പാരിടത്തിൽ വന്ന പരാപരനെ. പരന്മാരെ സ്തുതിക്കുന്ന പരമാത്മാവേ, പരിശുദ്ധരിൽ വാഴുന്ന പരമാത്മാവേ. പരന്മാരെ സ്തുതിക്കുന്ന പരമാത്മാവേ, പരിശുദ്ധരിൽ വാഴുന്ന പരമാത്മാവേ. പരന്മാരെ സ്തുതിക്കുന്ന പരമാത്മാവേ, പരിശുദ്ധരിൽ വാഴുന്ന പരമാത്മാവേ. പരിശുദ്ധവരനാകുന്ന പരമാത്മാവാണ് ശുഭാനന്ദ നാമത്തിൽ എഴുന്നള്ളി വാഴുന്നത്. ശുഭാനന്ദം ആത്മാവിന്റെ രൂപമാകും വരെയും അവതാരം ലോകത്തിൽ ഉണ്ടാകും. ആത്മാവ് എന്നത് നിത്യവസ്തുവാണ്, അത് ശാശ്വത വസ്തുവാണ്. അത് വിവിധങ്ങളായി കാണുന്നു എന്ന് മാത്രമേ ഉള്ളൂ. കോടാനുകോടി സൃഷ്ടിയായി കാണുന്നത് തന്റെ ഏകാത്മാവാണ്. താൻ തന്നെ അറിഞ്ഞപ്പോൾ ഉണ്ടായ അറിവാണ് ആത്മാവ്. തന്നിൽ നിന്നുള്ള അറിവ് ഉപയോഗിച്ച് ആത്മാക്കൾ ആത്മാവായി തീരണം. അതുവരെയും ആത്മനാഥൻ ലോകത്തിൽ ഉണ്ടാകും. മാറ്റമില്ലാത്ത തന്റെ വാഴ്ച ലോകത്തിൽ അനുഭവമാക്കിക്കൊണ്ട് സ്വീകരിച്ച ഓരോ ദേഹങ്ങളെയും നിങ്ങൾ കണ്ടു, കേട്ടു, അറിഞ്ഞു, അനുഭവിച്ചു. ആ വിധത്തിൽ തിരിച്ചു ഉദയമായി വന്ന ആനന്ദജി ഗുരുദേവന്റെ ഉത്രാടം ജന്മനക്ഷത്ര മഹോത്സവത്തിന്റെ മഹിമാവിശേഷങ്ങളാണ് നിങ്ങൾ വർണ്ണിച്ചു കേട്ടുകൊണ്ടേയിരുന്നത്. നമ്മൾ എത്ര പറഞ്ഞാലും മതിവരാത്ത വിധത്തിലാണ് ഓരോന്നും ഭഗവാൻ നടത്തി തന്നത്. ഇനിയും മണിക്കൂറുകളോളം നിന്നാലും ഇത് പറഞ്ഞാൽ തീരുന്നതല്ല. ഇപ്പൊ നമ്മുടെ ആത്മലാൽ പറഞ്ഞതായാലും ആത്മദീപം പറഞ്ഞതായാലും രണ്ടുപേരും മതിയായിട്ട് നിർത്തിയതല്ല. അപ്പൊ എന്തുകൊണ്ടാണ് മതിവരാത്ത ആ അവസ്ഥ ആത്മാവിൽ ഉണ്ടാകുന്നത്? ആ അനന്തമായ ആനന്ദം ആത്മാവിൽ അതിരുചികരമായി ഇരിക്കുന്നത് കൊണ്ടാണ്. ആ ആനന്ദം നമ്മൾ സർവജ്ഞാനോത്സവത്തിൽ കൂടി നുകർന്ന് അനുഭവിച്ചതാണ്. ആയിരമായിരം പുഷ്പങ്ങൾ നന്ദിയായി പാദത്തിൽ അർപ്പിക്കുന്നേ. ആയിരം പുഷ്പങ്ങൾ നന്ദിയായി
വർണ്ണിക്കാൻ കഴിയാത്ത വിധം നന്ദി ഇരിക്കുകയാണ്. ആയിരം നാവുകൾ അനന്തരം വർണ്ണിക്കുവാൻ കഴിയാത്ത വിധം നന്ദി ഇരിക്കുകയാണ്. എങ്കിലും നമ്മൾ പാദത്തിൽ നന്ദി അർപ്പിക്കുന്നു. എങ്കിലും നമ്മൾ പാദത്തിൽ നന്ദി ഇനി അർപ്പിക്കുന്നു. നമ്മൾ ഈ നന്ദി എങ്ങനെയാണ് പ്രകാശിപ്പിക്കേണ്ടത്? നമ്മൾ ഈ നന്ദി എങ്ങനെയാണ് പ്രകാശിപ്പിക്കേണ്ടത്? ഭക്തിയോടെയുള്ള ജീവിതം ചെയ്താണ് പ്രകാശിപ്പിക്കേണ്ടത്. ഭക്തിയോടെയുള്ള ജീവിതം ചെയ്താണ് പ്രകാശിപ്പിക്കേണ്ടത്. നന്ദിയോടെയുള്ള ജീവിതം ചെയ്താണ് പ്രകാശിപ്പിക്കേണ്ടത്. നന്ദിയോടെയുള്ള ജീവിതം ചെയ്താണ് ഈ പ്രകാശിപ്പിക്കേണ്ടത്. നന്ദിയോടെയുള്ള ജീവിതം ചെയ്യുക എന്ന് പറഞ്ഞാൽ നന്ദിയോടെയുള്ള ജീവിതം ചെയ്യുക എന്ന് കൽപ്പിച്ചാൽ വായിക്ക് കൈയും പൊത്തി കുനിഞ്ഞു നിൽക്കുന്നതാണോ നന്ദി? വായ്ക്ക് കൈ പൊത്തി കൊണ്ടു നിൽക്കുന്നതാണോ നന്ദി? ഓച്ചാനിച്ച് നിൽക്കുന്നതാണോ നന്ദി എന്ന് പറയുന്നത്? ഒച്ചാനിച്ച് നിൽക്കുന്നതാണോ നന്ദി? അല്ല. അല്ല. ഗുരുകർമ്മങ്ങളെ ഏറ്റെടുത്ത് സത്യസന്ധമായി ജീവിതത്തിൽ പകർത്തുമ്പോഴാണ് നന്ദിയാകുന്നത്. ഗുരുകർമ്മങ്ങളെ ഏറ്റെടുത്ത് സത്യസന്ധമായി ജീവിതത്തിൽ പകർത്തുമ്പോഴാണ് നന്ദി. അതാണ് ഒറ്റ വാക്കിൽ പറഞ്ഞു തന്നത്. നന്ദിതാൻ ദൈവസേവ സോദരന്മാരെ, നന്ദിതാൻ ദൈവ സേവ, സർവജ്ഞാനോത്സവത്തിന്റെ ആപ്തവാക്യമായി തന്നിരിക്കുന്ന ആ മുദ്രാവാക്യം, സർവജ്ഞാനോത്സവത്തിന്റെ ആപ്തവാക്യമായി നൽകിയിരിക്കുന്ന മുദ്രാവാക്യം, അറിയുക, അറിയിക്കുക, അറിയിക്കുക, ഒന്നാവുക, ആനന്ദിക്കുക. ആനന്ദിക്കുക. ഇത് ചതുർയുഗ വ്യവസ്ഥ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ആപ്തവാക്യം തന്നിരിക്കുന്നത്. ചതുർയുഗ വ്യവസ്ഥ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ആപ്തവാക്യം നൽകിയിരിക്കുന്നത്. ക്രേതയിലെ തപസ് എന്തിനു വേണ്ടിയായിരുന്നു? ക്രേതയിലെ തപസ് എന്തിനു വേണ്ടിയായിരുന്നു? അറിവിന് വേണ്ടിയായിരുന്നു. അറിവിന് വേണ്ടിയായിരുന്നു. അറിയുക. അറിയുക. ത്രേതയിലെ യാഗം എന്തിനു വേണ്ടിയായിരുന്നു? ക്രേതയിലെ യാഗം എന്തിനു വേണ്ടിയായിരുന്നു? അറിവുകേടുകളെ ഇല്ലാതെയാക്കി അറിവിനെ ഉയർത്തിയെടുക്കുവാൻ വേണ്ടിയായിരുന്നു. അറിവുകേടുകളെ ഇല്ലാതെയാക്കി അറിവിനെ ഉയർത്തിയെടുക്കുവാൻ വേണ്ടി. അവിടെ യാഗം ചെയ്തത് അറിവുകേടിനെയാണ്. യാഗം ചെയ്തത് അറിവുകേടിനെയാണ്. അറിവുകേടിനെ യാഗം ചെയ്യണമെങ്കിൽ ആദ്യം എന്ത് വേണം? അറിയണം. അറിവുകേടിനെ യാഗം ചെയ്യണമെങ്കിൽ ആദ്യം അറിയണം. അപ്പോൾ അറിഞ്ഞു കഴിഞ്ഞ ഒരാത്മാവിന് മാത്രമേ അറിയിക്കുവാൻ കഴിയുള്ളൂ. അറിഞ്ഞു കഴിഞ്ഞ ഒരു ആത്മാവിനെ മാത്രമേ അറിയിക്കുവാൻ അപ്പോൾ കഴിയൂ. ത്രേതയിലെ നിയമമാണ് അറിയിക്കുക. ത്രേതയിലെ നിയമമാണ്. ദ്വാപരയിലെ നിയമം പൂജയാണ്. ദ്വാപരയിലെ നിയമം പൂജയാണ്. ആ ആത്മനാഥനോട് ആത്മാവ് ചേർന്ന് ആനന്ദിക്കുന്നതാണ് പൂജ. ആത്മനാഥനോട് ആത്മാവ് ചേർന്ന് ആനന്ദിക്കുന്നതാണ് പൂജ. അതാണ് മൂന്നാമത്തെ വ്യവസ്ഥ. അതാണ് മൂന്നാമത്തെ വ്യവസ്ഥ. അങ്ങനെ ആത്മാവും പരമാത്മാവും ഒന്നായി ചേർന്ന്, ആത്മാവും പരമാത്മാവും ഒന്നായി ചേർന്ന് ആത്മാവിൽ ആനന്ദിക്കുവാൻ തക്ക വിധത്തിൽ ആത്മാവിൽ ആനന്ദിക്കുവാൻ തക്ക വിധത്തിൽ 4 വ്യവസ്ഥകളെയും രൂപപ്പെടുത്തി. 4 വ്യവസ്ഥകളെയും രൂപപ്പെടുത്തി. ക്രേതയിൽ അറിവും, ത്രേതയിൽ അറിവും, അത് തപസ്സായും, അത് തപസ്സായും, ത്രേതയിലെ യാഗം അറിയിക്കുക എന്നും, ത്രേതയിലെ യാഗം അറിയിക്കുക എന്നും, ദ്വാപരയിലെ പൂജ പരമാത്മാവിനോട് ചേരുന്നതായുള്ള ഒന്നാകലും, ദ്വാപരയിലെ പൂജ പരമാത്മാവിനോട് ചേരുന്നതാകുന്ന ഒന്നാകലും, അവിടെയാണ് ആരാധന നടക്കുന്നത്. അവിടെയാണ് ആരാധന നടക്കുന്നത്. അത് കഴിയുമ്പോഴാണ് 4ാമത്തെ വ്യവസ്ഥ നാമസങ്കീർത്തനം. അത് ആനന്ദമാണ്. അത് കഴിയുമ്പോഴാണ് 4ാമത്തെ വ്യവസ്ഥ നാമസങ്കീർത്തനം. ആനന്ദത്തിന്റെ മൂർധന്യമാണ് നാമസങ്കീർത്തനം. ആനന്ദത്തിന്റെ മൂർധന്യമാണ്. അങ്ങനെ 4 വ്യവസ്ഥകളെയും ഒന്നാക്കി ചേർത്തുകൊണ്ട് വ്യവസ്ഥകളെയും ഒന്നാക്കി തന്നിരിക്കുന്ന ആപ്തവാക്യം നൽകിയിരിക്കുന്ന ആപ്തവാക്യം ആത്മബോധോദയ സംഘത്തിന്റെ നിയമമാണ്. ആത്മബോധോദയ സംഘത്തിന്റെ അതൊരു ഉത്സവത്തിന് വേണ്ടി തന്നതല്ല. അതൊരു ഉത്സവത്തിന് വേണ്ടി അതുകൊണ്ട് തന്നതല്ല. അറിയുക, അറിയിക്കുക, ഒന്നാകുക, ആനന്ദിക്കുക. അറിയുക, അറിയിക്കുക, ഒന്നാകുക, ആനന്ദിക്കുക. പരമാത്മാവോടൊത്തു ചേർന്നു ജീവാത്മാവ് ആനന്ദിക്കുക. ഇത് എന്ന് ഈ ലോകത്തിൽ നിന്ന് ദേഹം വിട്ടു മാറിപ്പോകുന്നുവോ അന്ന് വരെയും ഈ കർമ്മം ഒരു ആത്മാവിൽ കൂടി നടന്നുകൊണ്ടേയിരിക്കണം. അല്ലാതെ അതിൽ നിന്ന് ആർക്കും വിമുഖരായി മാറാൻ പറ്റുന്നതല്ല. അങ്ങനെ മാറിയാൽ അവർ ആനന്ദത്തിൽ എത്തുകയുമില്ല. അതുകൊണ്ട് നമുക്ക് ഗുരുവിനോട് ചേർന്ന് ആനന്ദമായ ലോകത്ത് ജീവിക്കാം. അപ്രകാരം സദ്ഗുരു അവതാരമായി വന്നറിയിക്കുന്ന അറിവുകളെ ഗ്രഹിച്ച് ആത്മശുദ്ധി വരുത്തി ആത്മാനന്ദം കൊണ്ട് ലോകത്തിൽ ജീവിതം ചെയ്യുവാൻ സർവശക്തി നിങ്ങളെല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ.
നമ്മെ ഏവരെയും ആ അനുഗ്രഹിക്കുമാറാകട്ടെ. വിധത്തിൽ ആത്മാവിൽ ആനന്ദം ദാനം ചെയ്യുവാൻ ആ വിധത്തിൽ ആത്മാവിൽ ആനന്ദം ദാനം ചെയ്യുവാൻ പരമാത്മ തത്വങ്ങളെ ജീവാത്മാവിലേക്ക് പ്രത്യക്ഷമായി പകർത്തുന്ന പരമാത്മ തത്വങ്ങളെ ജീവാത്മാവിലേക്ക് പ്രത്യക്ഷമായി ഇതാ പകർത്തുന്ന മഹാധാരാസ്തുതി ആഗതമാവുകയാണ്. മഹാധാരാസ്തുതി അതിന്റെ ആഗതമാവുകയാണ്. വ്രതത്തിന്റെ 20ാമത്തെ ദിവസമാണിന്ന്. അതിന്റെ വ്രതത്തിന്റെ 20ാമത്തെ ദിവസം 21 ദിവസത്തെ പരിശുദ്ധ വ്രതത്തോടുകൂടി 21 ദിവസത്തെ പരിശുദ്ധ വ്രതത്തോടുകൂടി വന്നു ചേരുന്നവരാണ് ധാരാസ്തുതിയിൽ ബന്ധിക്കുന്നത്. വന്നു ചേരുന്നവരാണ് മഹാധാരാസ്തുതിയിൽ അത് ബന്ധിക്കുന്നത്. വെറുതെ 21 ദിവസം വ്രതമെടുത്താൽ പോരാ. വെറുതെ 21 ദിവസം വ്രതമെടുത്താൽ പോരാ. ആത്മബോധോദയ സംഘ നിയമപ്രകാരമുള്ള ജീവിതം ചെയ്യുന്നവരായിരിക്കണം. ആത്മബോധോദയ സംഘ നിയമപ്രകാരമുള്ള ജീവിതം ചെയ്യുന്നവരായിരിക്കണം. ആ ജന്മാന്തര ജ്ഞാനോപദേശം 3 യുഗമെങ്കിലും പഠിച്ചിരിക്കണം. ജന്മാന്തര ജ്ഞാനോപദേശം 3 യുഗമെങ്കിലും പഠിച്ചിരിക്കണം. അങ്ങനെ വരുന്നവരെ മാത്രമേ ധാരാസ്തുതിയിൽ ബന്ധിപ്പിക്കുകയുള്ളൂ. അങ്ങനെ വരുന്നവരെ മാത്രമേ മഹാധാരാസ്തുതിയിൽ അങ്ങനെ ബന്ധിപ്പിക്കുകയുള്ളൂ. ബന്ധിക്കുന്ന ധാരാസ്തുതിയിൽ അങ്ങനെ ബന്ധിക്കുന്ന ധാരാസ്തുതിയിൽ ആരൊക്കെയാണ് ബന്ധിച്ചിരുന്നത് നടത്തുന്നത്? ആരൊക്കെയാണ് ബന്ധിച്ചിരുന്നത്? മഹാശക്തിയും ദൂതരും കൂടി സ്തുതികൾ നടത്താൻ എഴുന്നള്ളത്തായി. സംഹരിച്ച് സർവാനുഗ്രഹങ്ങളും ദാനം ചെയ്യുന്ന ദേവലോക വ്യവസ്ഥയാണ് ധാരാസ്തുതി. അത് ഈ ലോകത്തിൽ കൊണ്ടുവന്ന് സാധാരണ ജനങ്ങളെ ചേർത്തിരുത്തി നടത്തുവാൻ തീരുമാനിച്ചത് ദൈവത്തിന്റെ കാരുണ്യമാണ്. നരന്മാരെയും നാരിമാരെയും ദേവീദേവന്മാരാക്കിക്കൊണ്ടാണ് ഈ കർമ്മം നടത്തുന്നത്. അപ്പൊ താരാസ്തുതിയിൽ ഇരുന്നത് കൊണ്ട് ഞാൻ ദേവനും ദേവിയാണെന്ന് ആരും സ്വയം തീരുമാനിക്കരുത്. അത് ആ വിധത്തിൽ താൽക്കാലികമായി തൻ്റെ ഒരു ഉൾപ്രവേശനം കൊണ്ട് സിദ്ധിക്കുന്ന ആ അനുഭവം സ്ഥിരമായി നിലനിർത്തി കിട്ടണമെങ്കിൽ, ഈശ്വരാനുഗ്രഹത്തെ നിലനിർത്തി കിട്ടണമെങ്കിൽ ഈശ്വര ഇഷ്ടം അനുസരിച്ച് എന്നും ജീവിതം ചെയ്യണം. സത്യമായ തപസ്സു നാം നിത്യവും തുടർന്നിടണം. സത്യമായ തപസ്സു നാം നിത്യവും തുടർന്നിടണം. സത്യമായ തപസ്സു നാം നിത്യവും തുടർന്നിടണം. സത്യരൂപൻ ചിത്തരാരിൽ വസിച്ചിടുവാൻ. സത്യമായ തപസ്സു നാം നിത്യവും തുടർന്നിടണം.
സത്യം മാത്രമാണ്. അകതാരിൽ ഗുരുരൂപം തെളിഞ്ഞു കാണാനുള്ള മാർഗം ഈ സത്യം മാത്രമാണ്. അതാണ് ഇവിടെ തെളിയിക്കുന്നത്. അതാണ് ഭഗവാൻ തെളിയിക്കുന്നത്. ഇന്നും പല ആളുകളും സത്യം സ്വീകരിച്ചു. ഇന്നും പല ആളുകളും സത്യം സ്വീകരിക്കാൻ എളുപ്പമാണ്. സ്വീകരിക്കാൻ എളുപ്പമാണ്. അത് ഗ്രഹിച്ച് അതിനനുസരിച്ച് കർമ്മങ്ങളെ രൂപീകരിച്ച് അവരവരുടെ ഇഷ്ടാനിഷ്ടങ്ങളൊക്കെ ഒഴിവാക്കി ഗുരുവിന്റെ ഇഷ്ടത്തിന് ജീവിക്കുമ്പോഴാണ് സത്യമായി തീരുന്നത്. അപ്പോൾ മാത്രമേ ഗുരുരൂപം അകതാരിൽ തെളിഞ്ഞു കാണുവാൻ കഴിയുകയുള്ളൂ. അങ്ങനെ ഗുരുവിനെ അറിയണം, വഴി പോലെ നമ്മൾ അറിയണം. ഗുരുവിനെ അറിയണം, വഴി പോലെ നമ്മൾ അറിയണം. വഴിയും സത്യവും ജീവനും എന്റെ ഗുരുവാണെന്നുള്ളത് അറിയണം. ഓ വഴിയും സത്യവും ജീവനും എന്റെ ഗുരുവാണെന്നുള്ളത് അറിയണം. അപ്പൊ ഗുരുവിനെ അറിഞ്ഞ് സൽക്കർമ്മങ്ങൾ ചെയ്ത് ആനന്ദത്തിൽ ചെന്ന് ചേരുവാൻ ഉള്ള വ്യവസ്ഥകളാണ് വെളിപ്പെടുത്തിയിരിക്കുന്നത്. അതിന്റെ പരമോന്നതമായ ഒരു നടത്തിപ്പാണ് താരാസ്തുതി. അങ്ങനെ പറയാൻ കാരണം പ്രത്യക്ഷമായി നിന്നാണത് ആത്മാവിലേക്ക് അനുഭവമാക്കുന്നത്. ആരാധനകളൊക്കെ അതിന്റെ ചെറിയ രൂപമാണ്. ഒരു താരാസ്തുതിയുടെ ചെറിയ രൂപമാണ് നമ്മുടെ ആരാധന. എന്നാൽ ആരാധന എന്ന് പറയുമ്പോൾ ഇതിനകത്ത് നിയമമില്ലാത്തവരും നിയമം സ്വീകരിച്ചവരും അനേക വർഷമായവരും ഒക്കെ ഉണ്ട്. ഇന്ന് ആദ്യമായി ഇവിടെ വന്നവരുണ്ട്, ഇന്ന് സത്യം കേട്ടവരുണ്ട്, വർഷങ്ങൾക്ക് മുമ്പ് സത്യം കേട്ടവരുണ്ട്, കലിയുഗം വരെയും കേട്ടവരുണ്ട്. ഇങ്ങനെ പല വിധത്തിലുള്ള ആളുകളെ ചേർത്തിരുത്തിക്കൊണ്ടാണ് ആരാധന നടത്തുന്നത്. അപ്പോൾ അതിൻ്റെതായ ചില രീതിയിലാണ് അതെല്ലാം അവതരിപ്പിക്കുന്നത്. ആദ്യമായിട്ട് വന്നവർക്കും മുൻകാലങ്ങളിൽ വന്നുകൊണ്ടിരിക്കുന്നവർക്കും ദഹിക്കത്തക്ക വിധമാണ് ഇതിനെ അവതരിപ്പിക്കുന്നത്. എന്നാൽ താരാസ്തുതി എന്ന് പറയുമ്പോൾ നിയമത്തെ സ്വീകരിച്ച് സത്യജീവിതം ചെയ്യുന്ന സന്താനങ്ങളെ ചേർത്തിരുത്തിക്കൊണ്ട് അതിന് ഉദാഹരണമായി നമുക്ക് എളുപ്പം ചിന്തിക്കാവുന്ന ഒരു കീർത്തനമുണ്ട്. ഭക്തരാകും പുഷ്പവാടിയിൽ ആനന്ദിക്കുവാൻ, ഭക്തരാകും പുഷ്പവാടിയിൽ ആനന്ദിക്കുവാൻ, ബാലഗോപാല കൃഷ്ണന്റെ എഴുന്നള്ളത്തുണ്ട്. പരിശോധിച്ചാൽ അനേക ലക്ഷം പുഷ്പങ്ങളും സസ്യങ്ങളും ഉണ്ട്. ലക്ഷമല്ല, കോടിക്കണക്കിനുണ്ട്. എന്നാൽ ഒരു പുഷ്പവാടി അഥവാ ഒരു പൂന്തോട്ടം എന്ന് പറയുമ്പോൾ തിരഞ്ഞെടുത്ത പുഷ്പങ്ങളും സസ്യങ്ങളും എല്ലാം ചേർത്ത് അതിനെ രൂപപ്പെടുത്തി വളർത്തിയെടുക്കുന്നതാണ്. അതിനാണ് പുഷ്പവാടി അല്ലെങ്കിൽ പൂന്തോട്ടം എന്ന് പറയുന്നത്. ഇതിൽ അതിന്റെ ഉടമസ്ഥനാകുന്ന പൂന്തോട്ടക്കാരൻ അല്ലെങ്കിൽ അതിന്റെ കാവൽക്കാരൻ അവിടെ നിന്നുകൊണ്ട് ഒരാൾ വന്ന് ചോദിക്കുകയാണ്, റോസാപ്പൂ ഏത് ഭാഗത്താന്ന് ചോദിച്ചാൽ കണ്ണു അടിച്ചോണ്ട് ചൂണ്ടിക്കാതെ ഇന്നെടുത്തോണ്ട് എന്നാ മതി പറയും. അവിടെ റോസാപ്പൂ ഉണ്ട്, തെറ്റി എവിടെയാ തെറ്റി കണ്ട അവിടെ, അപ്പം ചെമ്പകം അതാണ്ട് അവിടെ എന്ന് കണ്ണു അടച്ചുകൊണ്ട് പറയാൻ പറ്റും. എന്താ കാരണം? ആ അറിവിൽ കൂടി അതിനെ വളർത്തി പരിപാലിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതുപോലെ എന്റെ ഹൃദയം തുറന്ന് ഞാൻ അറിയിച്ച അറിവ് സ്വീകരിച്ച് ലോകത്തിൽ ജീവിക്കുന്ന എന്റെ സന്താനങ്ങൾ പുഷ്പങ്ങൾ പോലെ അങ്ങനെ ചേർന്നിരുന്നു കൊണ്ട് പരമാത്മാവിനെ സ്തുതിക്കുന്ന താരാസ്തുതി പുഷ്പവാടിയുടെ ഉടമസ്ഥൻ നിന്നുകൊണ്ട് ചെയ്യുന്ന പോലെയാണ്. എങ്ങോട്ട് നോക്കി എന്ത് കാര്യം വേണമെങ്കിലും പറയാം, ഏത് വിധത്തിലും അറിയിക്കാം. അത് ഗ്രഹിക്കത്തക്ക വിധത്തിൽ അവതരിപ്പിക്കുവാനുള്ള സന്ദർഭമാണത്. അങ്ങനെ പരമാത്മ തത്വത്തെ ജീവാത്മാക്കളിലേക്ക് അവതരിപ്പിക്കുന്ന ഉന്നതമായ കർമ്മമാണ് താരാസ്തുതി. ഈ താരാസ്തുതിക്ക് ബന്ധപ്പെടുവാൻ വേണ്ടി ഒരുങ്ങിയിരിക്കുന്നവരെല്ലാം എത്തിച്ചേരുവാൻ ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. പ്രകൃതിയിൽ പല വിധത്തിലുള്ള ദുരിതങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. അനേകങ്ങൾ ദുഃഖിതരായി കഴിയുന്നു. ദുഃഖമൊന്നും അറിയാതെ നമ്മൾ ഇങ്ങനെ ആനന്ദത്തിൽ കഴിയുന്നു എങ്കിലും
പറയാൻ നമ്മൾ ആനന്ദത്തിൽ ആ ദുഃഖവും നമ്മുടെ ദുഃഖമാണ്. ആ ദുഃഖവും നമ്മുടെ ദുഃഖമാണ്. ദുഃഖിതരുടെ ദുഃഖം തീർക്കുവാൻ ഈശ്വരനോട് നമുക്ക് പ്രാർത്ഥിക്കാം. ദുഃഖിതരുടെ ദുഃഖം തീർക്കുവാൻ ജഗദീശ്വരനോട് നമുക്ക് പ്രാർത്ഥിക്കാം. മരിച്ചുപോയവർക്ക് വേണ്ടി ആത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ മരിച്ചുപോയവർക്ക് വേണ്ടി അല്ലെങ്കിൽ ആത്മാവിന് വേണ്ടി ജീവിച്ചിരിക്കുന്നവരും അപകടനില ഇതുവരെയും തരണം ചെയ്തിട്ടില്ലാത്തവരുമായ അനേകങ്ങളുണ്ട്. ജീവിച്ചിരിക്കുന്നവരും അപകടങ്ങൾ ഇതുവരെയും തരണം ചെയ്യാത്തവരും അനേകങ്ങളുണ്ട്. അവരെയൊക്കെ വീണ്ടെടുക്കുവാനും രക്ഷിക്കുവാനും മഹാശക്തിയോട് പ്രാർത്ഥിക്കാം. അവരെയൊക്കെ വീണ്ടെടുക്കുവാനും രക്ഷിക്കുവാനും മഹാശക്തിയോട്. അതുപോലെ തന്നെ ഈ ദുരന്തങ്ങളോ ദുരിതങ്ങളോ ഒന്നും ഇനി ഉണ്ടാകാതിരിക്കുവാനും നമ്മുടെ കർമ്മങ്ങൾക്കൊന്നും അത് തടസ്സമായി വരാതിരിക്കുവാനും മഹാശക്തിയുടെ കാരുണ്യം ഉണ്ടാകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു തവണയെങ്കിലും താരാസ്തുതിക്ക് ഇരുന്നിട്ടില്ലാത്തവർ എത്രയും വേഗം ഒരു താരാസ്തുതിക്ക് ഇരിക്കണം എന്ന് തീരുമാനമെടുക്കണം. കാരണം അത്ര മഹനീയമായ ഒരു യജ്ഞമാണ് താരാസ്തുതി. സർവദോഷങ്ങളെയും കഴുകിക്കളഞ്ഞ ആത്മാവിനെ ശുദ്ധമാക്കുന്ന യജ്ഞമാണ്. സർവ പൈശാചികത്വങ്ങളും ഭൂതപ്രേതങ്ങളും രോഗങ്ങളും സർവദോഷങ്ങളും ജന്മാന്തരമായുള്ള ദോഷങ്ങൾ പോലും കഴുകിക്കളയുന്ന സർവദോഷ ശാന്തിക്കായി നടത്തുന്ന താരാസ്തുതി. സർവദോഷ ശാന്തിക്കായി നടത്തുന്ന താരാസ്തുതി. സർവശക്തി പ്രത്യക്ഷമായി പാസാക്കിയ നിയമമിത്. അതുകൊണ്ട് എത്രയും വേഗം താരാസ്തുതിയിൽ ഇരിക്കുവാൻ ഓരോരുത്തരും തയ്യാറാവുക. ഉന്നതമായി താരാസ്തുതി നടത്തപ്പെടട്ടെ. അതുപോലെ ഇന്നേ ദിവസം വന്നു ചേർന്നിരിക്കുന്ന നിങ്ങളെല്ലാം ഞാനിത് ദർശിക്കുകയാണ്. അനേക രാജ്യങ്ങളിൽ നിന്ന് നമ്മുടെ സന്താനങ്ങൾ സർവജ്ഞാനോത്സവത്തിൽ വന്ന് ബന്ധപ്പെട്ടു. പലരും യാത്ര ചോദിച്ചു പോയി. ഇനിയും താരാസ്തുതി കൂടി കഴിഞ്ഞു പോകാനായി കാത്തിരിക്കുന്നവരുണ്ട്. അവരുൾപ്പെട്ട് പ്രവർത്തിക്കുന്ന ഓരോ രാജ്യങ്ങളിലെയും ആ സ്ഥാപനങ്ങളും ആ ശാഖകളും എല്ലാം ഉന്നതമായി നടത്തപ്പെടുവാൻ സർവശക്തിയുടെ കാരുണ്യം ഉണ്ടാകട്ടെ. നമ്മുടെ മഹാഗോപുരത്തിന്റെ സവിശേഷതകൾ നമ്മുടെ ആത്മദീപം ഇപ്പോൾ വിശദീകരിച്ചു. ഏറ്റവും വേഗത്തിൽ അത് പൂർത്തീകരിച്ച് കാണുവാൻ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. സർവശക്തിയുടെ കാരുണ്യത്തിൽ കൂടിയാണ് ആ മഹാഗോപുരത്തിന്റെ നടത്തിപ്പുകൾ ഓരോന്നും നടന്നുകൊണ്ടിരിക്കുന്നത്. ആ പുണ്യഭൂമി നമുക്ക് സ്വന്തമായി ലഭിച്ച ആ സന്ദർഭം മുതൽ അത്ഭുതങ്ങളുടെ ഒരു പരമ്പരയാണ് ഈ സന്നിധാനത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനു മുമ്പും അത്ഭുതങ്ങൾ പലതും നടന്നിട്ടുണ്ടെങ്കിലും ഇപ്പോൾ നമ്മൾ ഈ ഗോപുര നിർമ്മാണത്തെ ലക്ഷ്യം വെച്ചുകൊണ്ട് ചിന്തിക്കുമ്പോൾ കഴിഞ്ഞ ആഴ്ചയിൽ ആ ശരീരത്തിൽ ഇരുന്നു കൊണ്ട് അത് വാങ്ങിച്ചു തന്ന സന്ദർഭവും അതിനുവേണ്ടി നടത്തിയ ത്യാഗകർമ്മങ്ങളും എല്ലാം ചിന്തിക്കുമ്പോൾ അത്ഭുത പുരുഷന്റെ കാരുണ്യം എത്രമാത്രമാണെന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ആ വിധത്തിൽ ചിന്തിച്ചുകൊണ്ട് നന്ദിപ്പെടാം. ഓരോന്ന് ഒരുക്കി നടത്തുന്ന ആ മഹാകാരുണ്യമോർത്ത് നന്ദിപ്പെടാം. ഈ വിധത്തിൽ ഒരു ആത്മാവിനെ ഇവിടെ എത്തിച്ചതും ആത്മദീപമായി നിലനിർത്തിക്കൊണ്ട് ഈ വിധ കർമ്മങ്ങൾ ചെയ്യിക്കുന്നതും അതിൽ കൂടി സ്ഥപതികളെയും ശില്പികളെയും എല്ലാം എത്തിച്ചതും ഓരോന്ന് രൂപപ്പെടുത്തി ഇങ്ങനെ നടത്തുന്നതും ഇവിടെ എല്ലാം അത്ഭുതങ്ങൾ തന്നെയാണ്. അറിവോടുകൂടി ചിന്തിക്കുന്നവർക്കെല്ലാം അത്ഭുതമാണ്. ആ വിധത്തിൽ ചിന്തിക്കുവാൻ, പ്രാർത്ഥിക്കുവാൻ, ഒത്തുനിന്ന് പ്രവർത്തിക്കുവാൻ ജഗദീശ്വരൻ നിങ്ങളെല്ലാം അനുഗ്രഹിക്കട്ടെ. ആത്മദീപത്തെ ആയുരാരോഗ്യ സൗഖ്യത്തോടെ മഹാശക്തി കരുതിക്കൊള്ളട്ടെ. രാജഗോപാലിനെയും കുടുംബത്തെയും സ്ഥപതികളെയും ശില്പികളെയും അതിൽ പ്രവർത്തിക്കുന്നവനെ കുഞ്ഞുങ്ങളെയും എല്ലാവരെയും മഹാശക്തി കരുതി രക്ഷിക്കുമാറാകട്ടെ. ഉന്നതനാകുന്ന ദൈവത്തിന്റെ അകമഴിഞ്ഞ കാരുണ്യത്തിൽ കൂടി മഹാതാരാസ്തുതി ആനന്ദമായി നടത്തിത്തരണമേ എന്ന് നമുക്ക് യാചിച്ചു പ്രാർത്ഥിക്കാം. അതുപോലെ ചിങ്ങമാസത്തിലെ ഓണം വരികയാണ്. നമുക്ക് ഏറ്റവും പ്രത്യേകതയായുള്ള ഒരു വിശേഷാൽ പൂജ
അന്ന് അതിൻ്റെ തലേദിവസം നടക്കേണ്ടതായിട്ടുണ്ട്. ഏറ്റവും പ്രത്യേകതയുള്ള ഒരു വിശേഷാൽ പൂജ അതിന്റെ തലേദിവസം നടക്കേണ്ടതുണ്ട്. പിതൃപൂജ മാറ്റി ഗുരുപൂജ സ്ഥാപിച്ച ഗുരുവാണ് ശുഭാനന്ദ ഗുരു. പിതൃപൂജ മാറ്റി ഗുരുപൂജ സ്ഥാപിച്ച ഗുരുവാണ് ശുഭാനന്ദ ഗുരു. അപ്രകാരം ഉത്രാട പൂജ എന്നൊരു നിയമമുണ്ട്. ഉത്രാട പൂജ എന്നൊരു നിയമമുണ്ട്. തിരുവോണത്തിന്റെ തലേദിവസം തിരുവോണത്തിന്റെ തലേദിവസം നമ്മൾ ഓണം ഒരുങ്ങുന്നതിന് വേണ്ടി വാങ്ങുന്ന പലചരക്കും പച്ചക്കറികളും എല്ലാം ഒരുമിച്ച് വെച്ച്, എന്ന് പറഞ്ഞാൽ മുഴുവനായും എടുത്തല്ല, അതിന്റെ അംശമായിട്ട് എടുത്ത് ഒരു ദൂഷണയിലിട്ട് അതിലൊരുക്കി വെച്ച് നമ്മൾ പ്രാർത്ഥിക്കുന്ന ഒരു പതിവുണ്ട്. നിയമപുസ്തകത്തിൽ അത് കൃത്യമായി വിശകലനം ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. ആ വിധത്തിൽ ആ പൂജ നടത്തേണ്ടത് ആത്മബോധോദയ സംഘത്തിന്റെ ഒരു നിയമമാണ്. എല്ലാ ഭക്തജനങ്ങളും ആ നിയമം വായിച്ചു മനസ്സിലാക്കി ആ പൂജ നടത്തുക. അന്നേ ദിവസം ഭഗവാനും തൻ്റെ ഒരു ദൂതനും കൂടി ഓരോ ഭവനങ്ങളും സന്ദർശിക്കുന്നു എന്നാണ് സങ്കല്പം. ആ വിധത്തിൽ അനേകങ്ങൾക്ക് അനുഭവമായിട്ടുണ്ട്. ഇപ്രാവശ്യം അങ്ങനെ അനുഭവമാകുവാൻ ജഗദീശ്വരൻ അനുഗ്രഹിക്കട്ടെ. യാതൊരു ബുദ്ധിമുട്ടോ പ്രയാസങ്ങളോ ഇല്ലാതെ തിരുവോണം ആഘോഷിക്കുവാൻ സർവശക്തി എല്ലാം ഒരുക്കി നിങ്ങൾക്ക് ദാനം ചെയ്യുമാറാകട്ടെ. എല്ലാ നേർച്ചകളും ഞാനിതാ സ്വീകരിക്കുന്നു. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. ആത്മനാഥൻ പ്രത്യക്ഷമായി നിങ്ങൾക്കായി ലോകത്തിൽ വാഴുമാറാകട്ടെ. ദേവലോക തുല്യമായ ദേവാലയ